മനുഷ്യൻ പൂർണ്ണനാകുന്നത് ഒരു പുഴയിൽ മുങ്ങി നിവരുമ്പോഴാണ്. ആ പുഴയുടെ പേര് കല എന്ന് തന്നെ. അതുകൊണ്ടാണ് ആടിയും പാടിയും അഭിനയിച്ചും പറഞ്ഞും വരച്ചും എഴുതിയും കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് കലോത്സവങ്ങളിലെ തുമ്പികളായി മാറുന്നത്. ഈ വിജ്ഞാന കലോത്സവത്തിലേക്ക് സ്വാഗതം. സ്വീസ് എഡ്ടെക് അശ്വമേധം. കലോത്സവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ കാരണം, നിങ്ങളിപ്പോൾ ടെലിവിഷനിൽ കാണുന്ന ഈ എപ്പിസോഡിൻ്റെ ചിത്രീകരണം നടക്കുന്നത് 2025 ജനുവരി മാസത്തിലെ 6-ാം തീയതിയിലാണ് എന്നതുകൊണ്ടാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരുപാട് നദികളുണ്ടെന്നേ. നിളയും പെരിയാറും ഭവാനിയുമൊക്കെ തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ ഒഴുകി തിമിർക്കുകയാണ്. പ്രധാന വേദിയിലാകട്ടെ നിളയുടെ പുളകങ്ങളോടുമൊപ്പം മലയാളിക്ക് കഥയുടെ ഇന്ദ്രജാലം തീർത്ത MTയുടെ പേര് കൂടി ചേർന്നിരിക്കുന്നു. MT നിള എന്ന പ്രധാന വേദിയിൽ തുടങ്ങി നിരവധി വേദികളിലൂടെ കേരളത്തിലെ സ്കൂൾ കുട്ടികളിലെ കലാപ്രതിഭകൾ സംസ്ഥാന കലോത്സവത്തിന് 8 വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയിരിക്കുന്നു. ഈ കലോത്സവ ലഹരിയിൽ നാടും നഗരവും മുങ്ങി നിവരുമ്പോൾ അശ്വമേധത്തിൻ്റെ ഫ്ലോറിലേക്ക് കോട്ടയത്തെയും കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഒക്കെ പ്രതിഭകളായ 5 കുട്ടികൾ ഞങ്ങളുടെ അതിഥികളായി എത്തുന്നു. അവരൊക്കെ മത്സരങ്ങളുടെ തിരക്കിലാണ്, ചെസ് നമ്പർ വാങ്ങാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അതിനിടയിൽ ഞങ്ങൾക്കുമുണ്ട് ഓർക്കാൻ ചില പേരുകൾ എന്ന പ്രഖ്യാപനവുമായി ആടിപ്പാടി ഈ മിന്നാമിന്നിക്കൂട്ടം അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നു. അവർ 5 പേരാണ്. ആനും അസ്നയും കൃഷ്ണശ്രീയും ബേവനും അടങ്ങുന്ന അഖിലും അടങ്ങുന്ന 5 പേർ. ആ 5 കൂട്ടുകാരെ, ആ 5 ശലഭങ്ങളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അവർ വരട്ടെ, പാടി വരട്ടെ. ചുമ്മാ ചുമ്മാ ജുമക്കണ് ജുമ്മാ ജുമ്മാ ജുമക്കണ് ജില ജില ജുമ്മാ ജുമ്മാന തക തക തകിട തകിട ജില ജില ജുമ്മാ ജുമ്മാന തക തക തകിട തകിട ദിനക 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 മേലെ പൊന്മലകൾ കണിമരതകവർണം പാടി ദൂരെ പാൽക്കടലിൽ തിരയിളകി സ്നേഹം പോലെ മേലെ പൊന്മലകൾ കണിമരതകവർണം പാടി ദൂരെ പാൽക്കടലിൽ തിരയിളകി സ്നേഹം പോലെ പമ്പമേളങ്ങൾ തുള്ളിത്തുളുമ്പും ബങ്കരാമേളങ്ങൾ ആടിത്തിമിർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോൾ കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ സ്വരങ്ങളിൽ വരങ്ങള പദങ്ങള നിറഞ്ഞു രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ. അസ്ന, എന്തോ അസ്ന കൈരളിയുടെ തന്നെ പട്ടുറുമാലിൽ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനവും കിട്ടിയിട്ടുണ്ട്, വിന്നറാണ്. യുവജനോത്സവത്തിന് ഏത് ഇനത്തിലാണ് പങ്കെടുക്കുന്നത്? ഞാൻ ഈ പ്രാവശ്യങ്ങളെ ഉറുദു ഗസലിനാണ്. ഉറുദു ഗസൽ. കോഴിക്കോട് ജില്ലയല്ലേ? അല്ല, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൃഷ്ണശ്രീയോ? ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ആഹാ, എന്താണ് കൃഷ്ണശ്രീ? ലളിതഗാനം. ലളിതഗാനം, വളരെ ലളിതമായി. ബേവൻ? ഞാൻ കോട്ടയത്തു നിന്നാണ്. മൈക്കൽ ബേവന്റെ ഓർമ്മയ്ക്കാണ് അച്ഛൻ പേരിട്ടതെന്നൊക്കെ എന്നോട് പറഞ്ഞു. ബേവൻ കോട്ടയമാണ്. കോട്ടയമാണ്. ബേവന്റെ ഇനം? ഞാൻ ലളിതഗാനവും ശാസ്ത്രീയ സംഗീതവും. ലളിതഗാനവും ശാസ്ത്രീയ സംഗീതവും. മോന്റെ പേര്? അക്ഷിത്. അക്ഷിത്ത് തിരുവനന്തപുരം ജില്ലയിലെ. അക്ഷിത്തിന്റെ കലാപ്രകടനം ഏത് ഇനത്തിലാണ് സാധാരണ? ലൈറ്റിലുണ്ട്, ക്ലാസിക്കലിലുണ്ട്. ലൈറ്റിലുണ്ട്, ക്ലാസിക്കലിലുണ്ട്. സ്ട്രോങ്ങിലില്ല. അല്ല. ആൻ, സ്ഥലം എവിടെ? ട്രിവാൻഡ്രമാണ്. ആന്റെ ഇനം? എന്റേത് ഈ വർഷം ഞാൻ ഉറുദു ഗസലിന്. ഉറുദു ഗസലിന് നിങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്നു? ഞാനും ഉണ്ടായിരുന്നു, അസ്ന ഉണ്ടായിരുന്നു. എനിക്ക് വയ്യ. ശരി, അപ്പോ കൊല്ലത്ത് നിന്നും കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അടിച്ചു പൊളിക്കാനാണ് തീരുമാനം. ഈ മത്സരമൊക്കെ അവിടെ നിൽക്കട്ടെ. തിരുവനന്തപുരത്തൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടോ? കണ്ടു സർ, കണ്ടു. കടയിലൊക്കെ പോയപ്പോൾ ആരെങ്കിലും ബോഞ്ചി വേണോന്നല്ലോ ചോദിച്ചാ? ഇല്ല. ആരും ഒന്നും കേട്ടില്ലേ? ഇല്ല തോന്നണു. തിരുവനന്തപുരത്ത് എന്തൊക്കെ കണ്ടു നിങ്ങൾ?
ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ബീച്ചൊക്കെ കണ്ടു. ആ പിന്നെ ഞാൻ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി. ആ ബേവനോടെ പോയി. ഞാൻ ഇന്നലെ എൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് 10 പേരുണ്ടായിരുന്നു. അവർ ദേശഭക്തനാണ്. അവരുടെ കൂടെ ലുലു മാളൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കറങ്ങി. ലുലു മാൾ ഇപ്പം എന്തായാലും പ്രധാനപ്പെട്ട തീർത്ഥ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് ചോദിച്ചാൽ ലുലു മാളെന്നാണ്. നീ പിന്നെ തിരുവനന്തപുരംകാരനാണ്. അതെ. അത് പ്രത്യേകിച്ചൊന്നും കറങ്ങിയില്ല. ഇല്ല, നമ്മൾ എന്നാൽ ഈ പേരും പറഞ്ഞ് കുറെ ആഹാരം കഴിക്കാനൊക്കെ പോയി. ആഹാരം കഴിക്കും. പിന്നെ ആനോ ഒരുപാട് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളും ഒരുപാട് വേദികളുണ്ടെന്ന് അറിഞ്ഞിട്ട് ഓരോ വേദികൾ കാണാൻ പോയി. അങ്ങനെയൊക്കെ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ന്യൂസ് റിപ്പോർട്ടറായി ജോലി ചെയ്തു. ഇന്നലെ കൈരളിക്ക് വേണ്ടിയിട്ട് 1ാമത്തെ വേദിയിൽ കൈരളി വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കലോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ കലോത്സവമാണ്. നിങ്ങൾക്കെല്ലാം ഇപ്പോൾ അതിൻ്റെ സമയം. ഞങ്ങളൊക്കെ ഈ കലോത്സവം എന്ന് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ഡിപ്രഷനാണ് എനിക്കൊക്കെ. കാരണം സ്കൂളിൽ പഠിച്ച കാലം മുതൽ കോളേജിൽ പഠിച്ച കാലത്തും ഒക്കെ 24 മണിക്കൂറും അടുത്ത വർഷം കലോത്സവം എപ്പോഴാണെന്നാണ്. കലോത്സവത്തിൻ്റെ 5 ദിവസങ്ങളാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷവും. കോഴിക്കോട്ടുകാരി ആരാ? ഞാൻ കോഴിക്കോട് ആദ്യമായിട്ട് വരുന്നത് സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ്. എന്തായാലും നിങ്ങളുടെ ഈ സാന്നിധ്യത്തിന് ഞങ്ങൾ കൈരളി TV-യുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി, ആശംസകൾ. ഒപ്പം നിങ്ങൾ ഈ മക്കളിലൂടെയാണ്, നിങ്ങളുടെ നിറഞ്ഞ ചിരിയും സന്തോഷവുമാണ് ഞങ്ങൾ ഈ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒക്കെ ജീവിതത്തിൽ ഇനി ആഹ്ലാദിക്കാൻ ഒരുപാട് വസന്തങ്ങൾ ബാക്കിയുണ്ട് ഈ ലോകത്തിലെന്ന് തോന്നിപ്പിക്കുന്നത്. ചിരി കൈവിടാതിരിക്കുക. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെക്കൊണ്ട് കണ്ടെത്താൻ കഴിയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കണം എന്നാണ് ചോദ്യം, അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നേരെ മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയിട്ട് പോകണോ അതോ മത്സരം കഴിഞ്ഞിട്ട് ഒരു ഗസൽ കേട്ടിട്ട് 2 വരി കേട്ടിട്ട് മത്സരത്തിലോട്ട് പോകാം? क्यों हमें मौत के पैगाम दिए जाते हैं, ये सज़ा कम तो नहीं कि जी जाते हैं, क्यों हमें ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, കല എന്നതിനെ എങ്ങനെ ഒറ്റവാചകത്തിൽ നിർവചിക്കാം ഈ വല്ലാതെ കെട്ടുപോകുന്ന ഒരു കാലത്തിന്. കെട്ടുപോകുന്ന കാലത്തിലെ മരുന്നിൻ്റെ ഔഷധത്തിൻ്റെ പേര് കലയാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അസ്നയും കൃഷ്ണശ്രീയും ആനും ഒരുമിച്ച് ആടാനും പാടാനും കഴിയുന്ന ഏറ്റവും വലിയ ആകാശത്തിൻ്റെ പേരാണ് കല എന്നതാണ് കലയുടെ നിർവചനം, അല്ലേ? അപ്പോൾ അടുത്ത ആളുടെ പാട്ട് ആദ്യ റൗണ്ട് കഴിഞ്ഞിട്ടാവാം, അല്ലേ? ആദ്യ റൗണ്ട് അറിയാമല്ലോ, ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. നിങ്ങൾ 5 ഗ്രാൻഡ് മാസ്റ്റർമാരാണ്. ഒരാളിനെ കുറിച്ചുള്ള സൂചനകളാണ്. റെഡി, സ്റ്റഡി, ഗോ. നിങ്ങൾ ഈ സമ്മാനം കിട്ടുമ്പോൾ ഒരു വിളി ഉണ്ടല്ലോ, എന്താണ്? ഹിയാ ഹുവാന്നോ എന്തോ നിങ്ങൾ വിളിക്കുന്നത്? എന്താണ്? പൂക്കുറ്റി. ഒന്ന് കേൾപ്പിച്ചേ. ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യാം. റിസൾട്ട്സ് ഉറുദു ഗസൽ ഫസ്റ്റ് പ്രൈസ്. വിളിച്ചോളണം. ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 440. Let's play Be the Grand Master. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ, നിങ്ങൾക്കെല്ലാം എന്നെ ദേഷ്യത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന കഠിനമായ സൂചന. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സൂചനയിലേക്ക് പോകുന്നതിന് മുൻപ് ഗസലിൽ നിന്ന് നമ്മൾ നേരെ ഒരു ലളിതഗാനത്തിലേക്ക് പോകും. കൃഷ്ണശ്രീ ഒരു 2 വരി. എൻ്റെ ചിരി നല്ല രസം മോളെ. ജഡ്ജസിനെ നോക്കി ഇങ്ങനെ ചിരിച്ചാൽ മതി, സമ്മാനം കിട്ടും. തരട്ടെ ഞാൻ പ്രിയമുള്ളവനേ, ദൂതു തരട്ടെ ഞാൻ, ദൂതു തരട്ടെ ഞാൻ, പ്രിയമുള്ളവനേ, ദൂതു തരട്ടെ ഞാൻ, ദൂതു തരട്ടെ
ചക്കരയുമ്മ. താങ്ക് യു. മത്സരത്തിൻ്റെ നിയമാവലി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഗസലിനും ലളിതഗാനത്തിനും വേണ്ടി 21 നിന്നും നമ്മൾ 3 ചോദ്യങ്ങൾ കുറച്ചു. എനിക്ക് 18 ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ശരി. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന. രഘുവംശം അടക്കം 3 സിനിമകൾ സംവിധാനം ചെയ്ത ഞാൻ ചക്രവാകത്തിലടക്കം 22 പാട്ടുകൾ പാടുകയും ചെയ്തു. അടുത്തതിലോട്ട് പോവാം. പറഞ്ഞോ. ദക്ഷിണാമൂർത്തി സ്വാമി. ദക്ഷിണാമൂർത്തി സ്വാമി. ഇതാ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ഉറപ്പല്ലെങ്കിൽ മിണ്ടായിരിക്കും. മനസ്സിൽ തോന്നിയേ പറയില്ല. മനസ്സിൽ തോന്നുന്നത് പറയുക തന്നെ വേണം. ഉത്തരം തെറ്റാണ് എങ്കിലും അല്ലേ, അത് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമി സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാട്ടുകളാണ് പെട്ടെന്ന് ചിന്തിച്ചത്. ശരി, അപ്പോൾ അടുത്ത സൂചനയിലേക്ക് പോവാം. രണ്ടാമത്തെ സൂചന. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തിരുവനന്തപുരത്ത്. അത് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാകാൻ വഴിയില്ല. അടുത്ത ചോദിക്കാം. റോസ് കോട്ടിലാണ് എൻ്റെ ബാല്യം. എടാ, നീ തിരുവനന്തപുരത്തല്ലേ? വഴുതക്കാടൊക്കെ അറിയോ എനക്ക്? അറിയോ? ട്രിവാൻഡ്രം ക്ലബ്ബൊക്കെ അറിയോ? അതിൻ്റെ നേരെ എതിരെയാണ് ഈ റോസ് കോട്ട് എന്ന് പറയുന്ന കെട്ടിടം. റോസ് കോട്ട് വീടുണ്ടായിരുന്നത്. ഇപ്പം ആ വീടാണോ അതോ വലിയ ഇതാക്കായെന്ന് തോന്നുന്നു. നാലാമത്തേലോട്ട് പോവാം. വീരകേസരി സഖി. ഞാൻ പത്രാധിപരും സഹപത്രാധിപരും ഒക്കെ ആയിരുന്ന 2 പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ ഇയാൾ എന്തൊക്കെയാണല്ലേ സംവിധാനം ചെയ്തു, പാട്ട് പാടി, അത് 10-20 പേരെ പാട്ട് പാടി, 3 സിനിമകളെന്ത് സംവിധാനം ചെയ്തു, സെലക്ഷന് മത്സരിച്ചു. അഞ്ചാമത്തത് വേണമെങ്കിൽ തരാം. അവസാനത്തെ ക്ലൂ സാധാരണഗതിയിൽ ഒരു പേര് മാത്രമേ കാണിക്കൂ. ആദ്യം ആ പേര് കാണിക്കാം. പേരിൽ നിങ്ങൾക്ക് ആളുടെ മനസ്സിലായില്ല എങ്കിൽ അയാളുടെ ശബ്ദം കൂടെ കേൾപ്പിച്ചു തരാം, അല്ലെങ്കിൽ അയാളുടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ശരി, ആദ്യം അയാളുടെ യഥാർത്ഥ പേര് നമുക്ക് കാണാം. റോസ് കോട്ട് എന്ന വീട്ടിൽ ബാല്യം ചിലവഴിച്ച ആളിനെ കുറിച്ചുള്ള 5ാമത്തെ സൂചന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ ഭാസ്കരൻ നായർ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ പത്മനാഭൻ നായരും വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മലയാളിയുടെ ഏറ്റവും മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ പേരറിയാതെ മലയാള ഭാഷയുടെ ചരിത്രം നമ്മൾ പഠിക്കില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടെ കേട്ടാലേ പറ്റുള്ളൂ. എങ്കിൽ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. വേണോ? പാട്ട് കേൾക്കണോ? എൻ്റെ ചിരി ഒരൊറ്റ. ശരി, എന്നാ ഇതാ. അടൂർ ഭാസി ആണോ? അടൂർ ഭാസി ശരിയായ ഉത്തരമാണ്. മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ശ്രീ അടൂർ ഭാസി അല്ലേ? മികച്ച നടനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് ചെറിയാച്ചൻ്റെ കൃത്യങ്ങളടക്കമുള്ള സിനിമകൾക്ക്. അദ്ദേഹം ചട്ടക്കാരിയിൽ അദ്ദേഹം സംവിധാനം ചെയ്തു 3 സിനിമകൾ, 20ലേറെ സിനിമകളിൽ പാട്ടുപാടി. RSP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു എന്നാണ് ഓർമ്മ. അദ്ദേഹം 2 പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിന് റോസ് കോട്ട് എന്നാണ് വീടിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അർത്ഥ സഹോദരൻ റോസ് കോട്ട് കൃഷ്ണപിള്ളയൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ പ്രശസ്തനാണ്. EV കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനാണ് CV രാമൻപിള്ള, മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂറും എഴുതിയ. അപ്പോൾ അടൂർ ഭാസി നിങ്ങൾക്ക് അറിയില്ല? അടൂർ ഭാസിയെ അറിയാം. ശരി, അപ്പോൾ അടൂർ ഭാസി ശരി ഉത്തരം പറഞ്ഞു. 10,000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അശ്വമേധം കളിക്കാം. പക്ഷേ അനീഷ വരണമെങ്കിൽ നമ്മൾ എന്തൊക്കെയൊക്കെ ഗസലും ലളിതഗാനവും കേട്ടു. ഒരു ക്ലാസിക്കിൻ്റെ അടുത്ത് അങ്ങ് വീശിക്കളയടാ. വീശ്. സരിഗമ പദനി സഗരി സനിധ പദനി സനിധ പദനി ധനിധ പമ പദനി ധ സാരഥി നളിന നിവാസിനി
പദനി സനി ദ പ മഗരി സരി ഗമ പദനി സനി ദ പ മ പദനി രി സനി ധനി സ ധനി സരി ഗ മഗരി സനി ധനി പദ പദനി സനി ദ പ മഗരി ഗമ പദ ഗരി സനി സ രി സനി ധനി സനി ദ പദ ഗരി സനി ദ ഗരി സനി ദ ഗരി സനി ദ രി സനി ദ പ സനി ദ പദ രി സനി ദ പ സനി ദ പ മ ദ പ മഗരി സരി ഗ മഗരി ഗമ പ മ ഗമ പദനി ഗരി സനി ദ രി സനി ദ പ ഗമ പദനി ഗരി സനി ദ രി സനി ദ പ ഗമ പദനി സാരഥി നളിന നിവാസിനി നടന വിലാസിനി മമിത സുഹാസിനി ലയരഥ. ഗംഭീരമായി നീ പാടി. പക്ഷേ നിൻ്റെ പേര് ബേവൻ എന്നല്ലേ? ഞാൻ ഈ കുട്ടിക്കാലത്ത് കളി കാണുമ്പോൾ പല കളിയിലും ഇന്ത്യയെ മൈക്കൽ ബേവൻ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് മൈക്കൽ ബേവൻ സംഭവം വലിയ കളിക്കാരനാണെങ്കിൽ കളി നമ്മൾ തോറ്റുമില്ലേ. അപ്പോൾ അതുകൊണ്ട് 3 എണ്ണം കുറയ്ക്കില്ല. എന്നാലും പാട്ട് ഗംഭീരമായിട്ട് 1 എണ്ണം കൂടെ കുറച്ച് ഞാൻ 18 എന്നുള്ള ചോദ്യം കുറച്ചു. 17 ചോദ്യമേ ഉള്ളൂ. ഒരു മാപ്പിള പാട്ട് പാടും. ഓക്കെ. റസൂലേ റസൂലേ അഷ്റഫുൽ റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹദുലുലരേ റസൂലേ. ഇത്രേ ഓർക്കുന്നുള്ളൂ. ബാക്കി നീ പാടും. ഫിലിം സോങ് പാടും. പിന്നെ ഏത് ഫിലിം സോങ്? ഓതിൽ രൂപ. ഓതിൽ രൂപ. ഓതിൽ രൂപ അപ്രൂവ്ഡ് ആണോ? ആണോ? ധൈര്യമായിട്ട് പഠിക്കും. അല്ല അത് വേണമല്ലോ. അതെ. എടുക്കുമ്പോൾ ആയിരങ്ങൾ തോടുക്കുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ പുളകങ്ങളായി എടുക്കുമ്പോൾ ആയിരങ്ങൾ തോടുക്കുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ പുളകങ്ങളായി ഒരിക്കലും മായുകില്ലേ അനവദ്യമോഹരാത്രി ഒരിക്കലും മായുകില്ലേ അനവദ്യമോഹരാത്രി പാൽക്കടലലയായൻ മനം ദിൽറുബാ ദിൽറുബാ ഇനി സംഗമോത്സവം ഓ ബാദുഷാ ഇത് സ്വർഗസംഗമം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ +1 എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ പാട്ടും കൂടെ ചേർത്ത് ഞാൻ ഒന്നുകൂടി കുറച്ചിട്ട് അശ്വമേധത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രാജസൂയമില്ലാതെ യാഗവും യജ്ഞവും കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്നുള്ള നിയമ ഭേദഗതിയോടുകൂടി ഈ കലോത്സവത്തുമ്പികളോടൊപ്പം അനീഷ കളക്ട് ചെയ്യും. അനീഷയുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ല? ഇല്ല. ആ അതൊക്കെ വല്ലപ്പോഴും കേൾക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവുന്നത്. അപ്രൂവ് സർ? അപ്രൂവ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ ശലഭങ്ങളോടൊപ്പം യാഗം. നിങ്ങൾ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ? മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ട്? അതെ. കലയാണ് പ്രധാന മേഖല? അല്ല. അത് മോശമായി. സാഹിത്യം? അല്ല. സാഹിത്യമല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. പുരുഷൻ? അതെ. രാഷ്ട്രീയം? അല്ല. സ്പോർട്സ്, സയൻസ്, ഉദ്യോഗം, ബിസിനസ്? അല്ല. മതപരം, ആത്മീയം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാ ഈ പേര് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു തരുമോ എനിക്ക്? അതനുസരിച്ച്. ബവനാണോ? അതൊരു ചോദ്യമാണോ അങ്ങളെ? നിങ്ങൾ ഞാൻ സ്വകാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നല്ലേ യെസ് ഓർ നോ ഉത്തരമുള്ളത് മാത്രമേ ചോദ്യമായി കണക്ക് കൂട്ടുള്ളൂ. ഇത് യെസ് ഓർ നോ അല്ലല്ലോ. ആരാ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ബേവൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയാം അങ്ങനെ പറ്റില്ല, അസ്നയാണോ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ യെസ് ഓർ നോ പറയാം, അപ്പോൾ ചോദ്യമായി കണക്ക് കൂട്ടും. അത് ശരിയല്ലേ സാർ ഞാൻ ഈ പറഞ്ഞത്?
ഏതാണെങ്കിലും അത് ചോദ്യമായിട്ട് ഇത്തവണ കണക്ക് കൂട്ടുന്നില്ല. ഇനി അതുപോലത്തെ ചോദ്യം വന്നാൽ ആ ചോദ്യമായിട്ട് കൂട്ടും. ക്രൈസ്തവ ആത്മീയത അതെ. നിഷ്കളങ്കരാണ്. നിലവിൽ അദ്ദേഹം ഏതെങ്കിലും സഭയുടെ ഉന്നത പദവി, കേരളത്തിലെ ഉന്നത പദവി അലങ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്താണോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി? അല്ല. 13 ചോദ്യമായി. ഇനി 3 ചോദ്യം കൂടെ ഉള്ളൂ. ക്ലീമീസ് തിരുമേനി അല്ലെന്ന് മനസ്സിലായി, പട്ടത്തല്ലെന്ന് പറഞ്ഞു. CSI മലങ്കര ഓർത്തഡോക്സ് ഇതിലൊന്നാണോ? അല്ല. ചർച്ചസ് ഓഫ് സൗത്ത് ഇന്ത്യയിലോ മലങ്കര ഓർത്തഡോക്സിലോ ഉള്ള ആളല്ല. കോട്ടയത്താണോ? അതെ. അല്ല, ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അത് ബേവനാണ് വിചാരിച്ചതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടാണ്. ബേവൻ കോട്ടയംകാരനാണ്. അദ്ദേഹത്തിൻ്റെ സഭയും സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന കോട്ടയത്താണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മേഖല അതെ, കോട്ടയം. അല്ല. സഭ സെൻട്രലൈസ് ചെയ്തിരുന്ന കോട്ടയത്തല്ല. അല്ല എന്നുള്ളത് മാത്രം മതി. ഇനി അത് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സഭ സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് കോട്ടയത്തല്ല എന്ന് പറയുമ്പോൾ ആള് കോട്ടയത്താണ്. സഭ കോട്ടയത്തല്ല, കേരളത്തിലാണല്ലോ, പക്ഷെ കോട്ടയത്തല്ല അല്ലേ? കാർഡിനൽഷിപ്പ് ഉണ്ടോ? ഉണ്ട്. ഒരു പാട്ട് കേൾക്കാം, ഒരു ഗ്രൂപ്പ് സോങ്. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ട വിരിഞ്ഞു, പല്ലക്ക് മൂക്കുത്തി കല്ല് മിനുങ്ങി, കല്യാണ ചെമ്പൊന്നിൻ താലി കിലുങ്ങി, അല്ലിപ്പൂലോലാക്കിൻ ചേലു കിലുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ട വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. അല്ല, ഈ നമ്മളെ പാട്ട് ഒത്തിരി നല്ലൊരു പാട്ട് പാടിയപ്പോഴും ചിരി അങ്ങ് വരുന്നില്ല കേട്ടോ. അതിനൊപ്പം ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ആര് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. പറയൂ, ആരെയാണ് വിചാരിച്ചത്? പൂക്കട്ടൽ തിരുമേനിയാണ് വിചാരിച്ചത്. ശരി. മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എത്തിയേനെ. ജോർജ് ജേക്കബ് കൂവക്കാട് സീറോ മലബാർ കത്തോലിക്ക സഭയുടെ കർദിനാളാണ്. 2020 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല വഹിച്ചിരുന്ന ഹോളി സിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഓഫീസുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 7 ഫ്രാൻസിസ് മാർപ്പാപ്പ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാളായി പ്രഖ്യാപിച്ചു. 2024 ഒക്ടോബർ 25 അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. നവംബർ 24 മാർ ജേക്കബ് ജോർജ് കൂവക്കാട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ബേവൻ. പൂക്കട്ടൽ തിരുമേനിയാണ് വിചാരിച്ചത് നീ. അത് ശരി. നീ ഒരു സംഭവം, ഒരു ചിരി ഗംഭീരം കേട്ടോ മോളെ. ശരി, അപ്പോൾ അടിച്ചു പൊളിച്ചൊരു പാട്ട് പാടാമല്ലോ. അനീഷ വന്നേ, ക്യാഷ് അവാർഡ് കൊണ്ടുവന്നേ. ഇവർ ഈ നേരത്തെ പാടാൻ പറഞ്ഞപ്പോൾ ചുണ്ടത്ത് തെച്ചിപ്പൂ വിടർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെയാണ് ചുണ്ട വച്ചിരിക്കുന്നത്, വിടർന്നില്ല. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഉണ്ട് നിങ്ങൾക്ക്, അത് വെച്ചോ. ഇനി ഈ മൊമെൻറ്റോ പിടിച്ചോ. എല്ലാവരും കൂടെ കലോത്സവത്തിനെ ഊർജ്ജസ്വലമാക്കാൻ പല ജില്ലകളിൽ നിന്നെത്തിയ ഈ ചിത്രശലഭങ്ങളുടെ ചിന്തയുടെ ചിറകുകളിൽ വിജയത്തിൻ്റെ തിരികൊളുത്തിക്കൊണ്ട് പുരസ്കാരവും സമ്മാനവും ഏറ്റുവാങ്ങി അവർ കലോത്സവ വേദികളിലേക്ക്, മത്സര തിരക്കുകളിലേക്ക് തങ്ങളുടെ ചെസ് നമ്പറുകളുമായി മടങ്ങിപ്പോകുന്നതിന് മുൻപ് പ്രേക്ഷകർക്ക് വേണ്ടി ഇതാ ആടിപ്പാടും. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാലും ബലമുണ്ടേ, തേരും തിരയുമുണ്ടേ. ഹോ, മുടിവെട്ടാൻ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൻ ലഹരിയുണ്ടേ.
വെற்றிവേൽ മുരുക മുരുക വേൽ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി ഏന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിളി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോ ഹരാഹോയ് വേലായുധ ഹരോ ഹരാഹോയ് വേൽമുരുക ഹരോ ഹരാഹോയ് വേലായുധ ഹരോ ഹരാ. മുള്ളൻകൊല്ലി വേലായുധൻ പറഞ്ഞു, ഈ പുഴയാണ് എനിക്കെല്ലാം, ഈ പുഴയാണ് എനിക്കെല്ലാം തന്നത് എന്ന്. ഇവരടങ്ങുന്ന എല്ലാ കലാപ്രതിഭകളും പറയുന്നു, ഈ തലസ്ഥാനത്തെ നാട്ടുകാരും പറയുന്നു, ഇതാ ഈ വേദികൾക്ക് പേരിട്ടിരിക്കുന്ന പുഴകളുണ്ടല്ലോ, ഈ പുഴകളുടെ പേരുള്ള വേദികളിൽ തിരയടിച്ചാർക്കുന്ന ഈ കുട്ടികളുടെ കലാമുഹൂർത്തങ്ങളുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തരുന്നു അളക്കാനാകാത്ത ആനന്ദത്തിൻ്റെ ദിനരാത്രങ്ങൾ എന്ന്. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.